എന്താ പോകുന്നത് തലക്കെട്ടൊക്കെ ആയിട്ട്? അപ്പോഴത്തെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരെ രാവിലെ 5 മണിയാകുമ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. തിരിച്ച് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് എല്ലാം തിരിച്ചെത്തിയത് 5 മണിയായി. വീട്ടിൽ റൂമിനകത്തേണ്ട പാത്തിൻ്റെ അനിയത്തിയുടെ ഡെക്കറേഷനാണ്. നൗഫൽ ഫാത്തിമ എന്താണ് എല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ വാരി വരിച്ച് എല്ലാം ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പിട്ട് ഇന്നത്തെ രാവിലെ ഇപ്പോൾ എണീച്ച് ഫ്രഷായപ്പോഴേക്ക് അടിക്കാനായിട്ട് പാത്തു കൊണ്ടുവന്നു. ഇടിയപ്പം ഇറച്ചിക്കറിയാ. പാത്ത് രാവിലെ ഫ്രഷായി, ഞാനും അതേപോലെ തന്നെ ഫ്രഷായിട്ട് അതേപോലെ നിൽക്കുക. എല്ലാവരും ഉണ്ട്, ഒക്കെ കിടന്നറിയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് വേണ്ട അടുത്ത പാത്തു ഓരോന്നോരോ കൊണ്ടുവരുന്നേ ഉള്ളു ചേട്ടാ. എല്ലാം അലങ്കോലായിട്ട് കിടക്കണമല്ലോ പാത്തു. ആര് റെഡിയാക്കും? ആ നീ റെഡിയാക്കി കണ്ടാൽ മതി. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മൾ സ്പെഷ്യൽ മുടിയാ പഞ്ചസാര ഏതിനാ വേണ്ട. അപ്പോഴത്തേക്ക് തിന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇന്ന് എങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ടോ? ബീച്ചിൽ പോകണം, ഡ്രസ്സ് എടുക്കണം. ഇത്രയും എടുത്തിട്ട് ഇനിയും വേണമല്ലേ? എന്താണ് അവിടം വരെ പോയിട്ട് എനിക്ക് മാത്രം എടുത്തിട്ടില്ല. അപ്പോഴത്തേക്ക് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഓക്കെ, റെയിൽവേ സ്റ്റേഷൻ നേരെ കേട്ടേല് നേരെ ബീച്ചിലോട്ട് പോകണം. ഓട്ടോ മാമൻ വണ്ടി ഓടിക്കുന്നു. നേരെ ബീച്ചിലെടുത്തെത്തി. ബീച്ചിൽ പണി നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ആളില്ലാത്ത. കൊള്ളാം. നേരെ ഇറങ്ങി ഓക്കെ. കാറ്റാടിയുടെ നല്ല രസമാണ് കാണാനായിട്ട്. പുല്ലിന്റെ അടുത്ത് സൂക്ഷിച്ചേ. യെസ് ഓഫ് കോഴ്സ്. നീ ഓടുവാ? ഓടില്ല. അറിയാലോ. ഓ, നിനക്ക് ബീച്ച് അറിയാവുന്നതുകൊണ്ടാണ് നീ ഓടാൻ പോകുന്ന? പിന്നെ അതാ നീ ഓടാൻ പോകുന്ന? അതാണ്. അത് ശരിയാണ്. ബീച്ച് അറിയാത്തോണ്ട് പിന്നെ വഴി തെറ്റിക്കാല്ലേ? അല്ല, അറിയാവുന്നോണ്ട് വഴി തെറ്റിക്കാലല്ലേ? ബീച്ച് കാണാനായിട്ടല്ലേ? കാല് നനയ്ക്കാൻ പോവാണാ? പാത്ത അവിടെ വരെ എത്തിയപ്പോ വെള്ളം പോയി ചേട്ടാ പാട്ടിന്. നീ ചെല്ലുന്നതനുസരിച്ച് വെള്ളം ബാക്കോട്ട് പോയേട്ടാ. ഇപ്പഴേലും വെള്ളം വെച്ചിട്ട് കിട്ടിയല്ല.
ഇതിന്റെ വണ്ടി കൂടി ഇങ്ങനെ നടന്നു പോകാൻ പറ്റുമോ? ആദ്യം ഉമ്മയൊക്കെ പോയിട്ടുണ്ടാകും അറ്റം വരാ ചെറുപ്പത്തില് അറ്റം കണ്ടോ അവിടെ വരെ അവർ നടന്നു പോകും. ഇതിനകത്ത് അവിടെ വരെ നടന്നു പോകാൻ വേണ്ടി ഉണ്ടാക്കിയായിരുന്നില്ലേ? സത്യത്തിൽ ഞാൻ കണ്ടപ്പോഴത്തേക്കാണ്ട് ഈ ഒരു കുച്ചി മാത്രം നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പം ഇതിനകത്തൂടെ സാഹസം കാണിച്ചിട്ട് നടന്നാൽ പറ്റുന്നവർക്ക് നടന്നു വന്നാട്ടെ. ഇതിനകത്ത് ചാടി ഇതോ അതിനകത്ത് ചാടി അപ്പുറം ചാടി അപ്പുറം ചാടി അപ്പുറം ചാടി അപ്പുറം ചാടി പോകാൻ പറ്റും. അല്ല അങ്ങനെ പോകാൻ പറ്റുന്നവർക്ക് സാഹസം കാണിക്കാൻ അറിയുന്നവർക്ക് പോവാന്ന്. അല്ലാതെ നല്ല ഗ്യാപ്പ് ഉണ്ടല്ലേ, ഗ്യാപ്പിൽ കൂടെ ചാടി പോകണം. ചാടിപ്പോ ഇഷ്ടമുള്ളവർക്ക് ചാടിപ്പോ കൂടെ അല്ലേ? ചാടിപ്പോ കൂടെ. അപ്പൊ ഇന്നിപ്പോ എന്ത് കണ്ടേ? ബീച്ച് കണ്ടേ? ഞാൻ ബീച്ച് കൊണ്ടൊന്നും കാണിച്ചില്ലെന്ന് വേണ്ട. പാത്തൂന്റെ ബീച്ച് ഞാൻ പാത്തോട്ട് ഒരുമിച്ച് ഒന്നും കണ്ടു. എന്ത് വേണം, 24 hour ഈ ബീച്ച് മാത്രമേ ഉള്ളായിരുന്നു വരക്കം. പാത്തിനറിയാവുന്ന ഏക സ്ഥലമാണ് ഈ ബീച്ച്. നാടെ തര ഇങ്ങ് കയറി വന്നു. നമ്മൾ ബേക്കോട്ട് നടന്ന് ബേക്കോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു കുറ്റിയുടെ അടുത്ത് നിങ്ങൾ വരെ എത്തി. നടന്ന് നല്ല തിരയുണ്ട് കേട്ടാ, നല്ല രീതിയിലുള്ള തിര അടിക്കുന്നുണ്ട്. കൊള്ളാം. ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഇനി ആ ഒരു സൈഡിലൂടെ എന്തൊക്കെയാണെന്ന് നോക്കാം. പാത്തേ എന്താ പരിപാടി? നൈറ്റ് ഒക്കെ ഉണ്ട് കാണാനായിട്ട്. നൈറ്റ് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്? ഇവിടെ ബീച്ച് കൂടി ഇങ്ങനെ കറങ്ങി കിടക്കാനായിട്ട്. അവിടെ എന്തോരം നൈറ്റ് ചെറിയ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ എന്താ പാത്തു? ആ നൈറ്റ് ചെറിയ നൈറ്റ് സ്പോർട്സാ. സ്പോർട്സ് ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ. നൈറ്റ് സ്പോട്ടാണ് കേട്ടാ. നൈറ്റ് സ്പോർട്സ് ഒന്നും ഞാൻ ആദ്യമേ കേട്ടത്. പാത്ത് ഇവിടെ ഇന്നത്തെ വീഡിയോ ആർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോകളെല്ലാം ഇതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. കുറേ നാളായല്ലേ ഞാൻ ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. അപ്പോഴത്തേക്ക് ആ വീഡിയോകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക പാത്തു. ഇന്നാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുന്നത്. പക്ഷേ ഈ വീഡിയോ കിട്ടുമ്പോഴത്തേക്ക് അതാണ്ട് 4 ദിവസം കഴിയും ഇല്ലേ? ഇന്ന് ഫസ്റ്റ് വീഡിയോ ഇടുവാണ്. കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ ഇന്നേക്ക് എത്ര ദിവസമായി പാത്തു? ഈ 5 അല്ലല്ലേ 7 ദിവസമായില്ലേ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഇന്ന് 5 ദിവസം. ഇന്നേക്ക് 5 ദിവസമായി അല്ലേ? കറക്റ്റ് ഇന്നേക്ക് 5 ദിവസം ആയിട്ടുണ്ട്. കൊള്ളാം. ഇവിടെയൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ട് കേട്ടാ. കാണാനായിട്ട് കൊള്ളാം. അത്യാവശ്യം ഒരു ഇതുണ്ട്. എവിടെയെങ്കിലും കയറി വന്നിരിക്കാം. ഇനിയിപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ ഇവിടെയൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഒരു ചായ മേടിച്ചിട്ട് നമുക്ക് എവിടെ ഇരുന്നാലും ഓക്കെ. ഒരു ചായ മേടിച്ചിട്ട് എവിടെ ഇരിക്കാം. ഓക്കെ. എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ബജ്ജി മേടിച്ചാലല്ലേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മക്കേ എന്തൊരു വേണം? ഉള്ളത് എന്തൊക്കെയാണ്? നിനക്ക് ഏതാ വേണ്ടിയുള്ള? ചീനി വേണോ, കോളിഫ്ലവർ വേണോ, ബജ്ജി വേണോ? നീ പറ. അത് മേടിച്ചോളൂ. കപ്പയും കക്ക ഇറച്ചി കുറെ നാളുണ്ട്. കഴിച്ചിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കഴിച്ചു നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം. വന്നിട്ട് ഒരു മുഖത്തിന് എക്സ്പ്രഷൻ മാറ്റില്ലേ? കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കട്ടെ. ഞാൻ കക്ക കുറച്ച് കുറെ കഴിച്ചു. ഞാൻ നോക്കട്ടെ. കക്ക ഒന്ന് ഇച്ചിരി ചൂടാക്കിയാണ് അത്. അതായത് മീൻകറിയല്ല, ബജ്ജിയുടെ കൂടത്തിൽ കഴിക്കുന്ന എന്തോ കറിയാണ്. ചമ്മന്തി. ചമ്മന്തി അതിനാണ് ഞാൻ കുറേ നേരം ഉണ്ടാക്കിയത്. അപ്പോഴത്തേക്കും കക്ക ഇറച്ചിയും ചീനിയും ചമ്മന്തിയും കഴിച്ചിട്ട് വരാം. പക്ഷെ നൈറ്റ് ഒട്ടും വെട്ടമില്ല കേട്ടാ പാത്തു. ആരുടെ കണ്ണിലൊരു കുത്തിക്കൊള്ളാത്ത രീതിയിലല്ലേ? അവിടുന്ന് വീണ് കഴിഞ്ഞാൽ അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാന്ന് നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അല്ലാന്നുണ്ടെങ്കിൽ പൊക്കിയെടുത്ത് താഴെ കൊണ്ടിടാ. പിന്നെ അത്ര കയറാൻ ഒരു പേടിയായിരുന്നല്ലേ? ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഇത് ചെയ്ത് എങ്ങനെ ഉണ്ട്? അയ്യോ എന്റെ പൊന്നെ ഇപ്പോഴും കളിച്ചുള്ള. പക്ഷെ നീ ഇറങ്ങി കഴിയുമ്പോഴാണ് നിനക്ക് അടിപൊളി. ഇനി നീ ഇറങ്ങുമ്പോഴത്തേക്ക് ഇറങ്ങി നിർത്തണോ? നീ അവിടെ നിന്ന് നാട്. നീ വീട്ടിൽ പോണ്ട. നീ അവിടെ നിന്നോ? പിടിച്ചെടുത്ത്
പിടിക്ക്. ആ ആ ഓക്കെ, ഇനി ഇറങ്ങ്. ഇറങ്ങിക്കോ. പിടിച്ചിട്ടുണ്ട്, ഇറങ്ങിക്കോ. ഇറങ്ങ്. ആ അതിന് ഇങ്ങോട്ട് എടുത്ത് പോയി. ആ ഓക്കെ. ഇനി തറയെ ചവിട്ടി വയ്ക്കാണ്. എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ കാലിൽ ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ട് ഇല്ല കാലിന്. അതെന്താ? കേക്ക് വേണോ? പിന്നെ എന്തിനാ കേക്ക് കണ്ടെന്ന് പറഞ്ഞ? ഓഹ് വില നോക്കിയിട്ട് ആള് തോ പോണ്. വില നോക്കിയിട്ട് ആള് റിട്ടയർഡ് ചെയ്ത് കേട്ടാ. ഇല്ലി പാത്തു എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പക്ഷെ അതെ ആ ഒരു ഡിം ലൈറ്റ് ആയതുകൊണ്ട് വെട്ടം കിട്ടുന്നില്ല. ഏറ്റവും ദിവസം ഫ്ലാഷ് ഓൺ ആക്കി വെച്ചിട്ടുള്ള അവസ്ഥയായി. കൊള്ളാം കേട്ടാ. അത്യാവശ്യം നൈറ്റ് വൈബ് കൊള്ളാം. ഇവിടെയൊക്കെ എല്ലായിടത്തും. ഇതെന്താ പറയുക? കാറ്റാടിയാ? കാറ്റാടി മരങ്ങൾക്കിടയിൽ കൊള്ളാം. രാവിലെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം കേട്ടാ. പക്ഷെ നൈറ്റിൽ വലിയ കാര്യമൊന്നുമില്ല. പെട്ടെന്ന് നൈറ്റാണ് അടിപൊളി. ലൈറ്റപ്പൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ല, നൈറ്റാണ് ഫോട്ടോഷൂട്ടിന് അടിപൊളി. നീ അവിടെ നിന്നാണ് നോക്കട്ടെ. കൊള്ളാവോ നോക്കട്ടെ. പാത്തു ഇങ്ങോട്ടൊക്കെ നോക്കട്ടെ. പാത്തുവിനെ അടുത്ത് വന്നാലേ കണക്ക് നടക്കും കേട്ടാ. പാത്തുവിനെ കണ്ണിൽ വട്ടമടിച്ച് കണ്ണ് വിളിച്ചു തോന്നുന്നു പാത്തുവിന്. എന്ത് പറ്റി പാത്തു? കണ്ണിറക്കി മുക്കിയാണ് അടച്ചേക്കുന്നത്. കയറിക്കോ. എന്താ കമ്പ്യൂട്ടർ കെട്ടിപ്പിടിച്ചു? എന്താ എന്തിനാ അങ്ങനെ വെച്ചേക്കുന്ന? കൊള്ളാം. ഓക്കെ, നല്ല സുഖം. നമുക്കിന്നിപ്പം പുറത്തോട്ടിറങ്ങിയല്ലേ? കൊള്ളാം കേട്ടാ. അപ്പോഴത്തേക്ക് നമ്മൾ ഇന്നത്തെ ഒരു രാത്രിയത്തെ ട്രിപ്പ് നമ്മൾ ഇന്ന് ചെറുതായിട്ട് ഇറങ്ങിയതല്ലേ ചുമ്മാ വീട്ടിൽ ഇരുന്ന ഒരു ഇതായപ്പോഴത്തേക്ക് ചുമ്മാ പുറത്തോട്ടിറങ്ങി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വൈകിട്ട് നാളെ ഇതേപോലെ ഇന്നത്തെ പരിപാടി. നാളെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നുണ്ട് കേട്ടാ. കൊല്ലത്തോട്ട് പോവാണ് നാളെ കൊല്ലത്തോട്ട് പോകാനുള്ള അവർ വരുന്നത്. കൊല്ലത്തോട്ട് ആലപ്പുഴയ്ക്ക് ബൈ ബൈ, ആലപ്പുഴയ്ക്ക് ബൈ ബൈ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ടാറ്റാ, സീ യു ടുമോറോ. ഓക്കെ.